എന്റെ പൊന്ന് രജിത് സാറേ, എന്തിനാണ് വീണ്ടും ഈ വീണിടത്ത് കിടന്നെ ഉരുളുക എന്നും വീണ ഇടത്ത് കുഴിക്കുക എന്നൊക്കെ പറയും ചില ആളുകൾ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനീഷ് ചേട്ടന് ഒരു 10 ലക്ഷം രൂപ റോയ് ചായൻ കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി, അദ്ദേഹത്തിന് അത് അർഹതപ്പെട്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളൊരു ഞാൻ പറയുന്നില്ല, എന്തൊക്കെ ഊളത്തരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സീസൺ 2 വിന്നർ അല്ല ഞങ്ങൾ, എന്നാൽ അത് ക്യാൻസൽ ആയിപ്പോയി, അതുകൊണ്ട് 50 ലക്ഷം താങ്കൾക്ക് ലാഭമാണ്, അതിൽ നിന്ന് ഒരു 5 ലക്ഷമെങ്കിലും ഞങ്ങൾക്കല്ല എനിക്ക് തരൂ, എനിക്ക് ചാരിറ്റി ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ സീസൺ 2 എവിക്റ്റ് ആയ ഒരു മനുഷ്യനാ, അതായത് നിങ്ങളെ എടുത്ത് ദൂരെ കളഞ്ഞതാ. എന്തിനാ? സഹ മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ചതിന്. അതൊക്കെ അറിയണ്ട ചേട്ടായി. ചേട്ടായി വീണ്ടും വന്നിട്ടുണ്ട് എക്സ്പ്ലനേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. എക്സ്പ്ലനേഷൻ കാണാം. ഹായ്, നമസ്കാരം. ബിഗ് ബോസിലെ അനീഷിന് കോൺഫിഡന്റ് ഗ്രൂപ്പ് റോയ് സാർ 10 ലക്ഷം രൂപ കൊടുത്തതിന് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. കൂട്ടത്തിൽ സീസൺ 2 സമ്മാനമൊന്നും കൊടുക്കേണ്ടി വരാതെ ആ സീസൺ തീർന്നപ്പോൾ സീസൺ 3 സീസൺ കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു. ഏകദേശം 85-90 ദിവസം ആ ലെവലിലെങ്ങാണ്ടായപ്പം മണിക്കുട്ടനെ തിരിച്ചു വിളിച്ച് സമ്മാനം കൊടുത്തിരുന്നു. അപ്പൊ ഞങ്ങളുടെ സീസൺ ഏറ്റവും കൂടുതൽ വൈറലാവുകയും ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടുകയും ജനകീയമാവുകയും ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോക ജനങ്ങള് ഏറ്റെടുത്തതും അതിനെക്കുറിച്ച് ധാരാളം പേർക്ക് ഒരു ഐഡിയ ഉണ്ടായതും ജനങ്ങൾ ഇഷ്ടപ്പെട്ടതും എല്ലാം സീസൺ 2 ആയിരുന്നു. ഒലക്കട മൂഡ് എന്ന് പറയേണ്ടി വരും. സീസൺ 1 ആണ് ഒരു പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. പേളിമാണിയുടെ വിവാഹം, ആ ഒരു പ്രണയം, അതേപോലെ സാബു ചേട്ടൻ, എല്ലാം അടിപൊളിയായിരുന്നു എന്നുള്ളതാണ്. സീസൺ 1 തന്നെ ജനപ്രീതി നേടിയതാണ്. സീസൺ 2 താങ്കൾ കാണിച്ച ഊളത്തരം കാരണം നന്നായിട്ട് പ്രീതി നേടിയെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. കൊള്ളാം. അപ്പൊ അതില് ഞങ്ങൾ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഞാൻ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ 50 ലക്ഷം അല്ലെങ്കിൽ എന്റെ വിന്നറിന്റെ കപ്പ് അല്ലെങ്കിൽ വിന്നറിന്റെ എമൗണ്ട് മറ്റാർക്കും കൊടുത്താലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവരെല്ലാം എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഞാൻ ആ ഷോയ്ക്ക് വേണ്ടി മരിച്ചു കളിക്കുകയായിരുന്നു. അതെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മരിച്ചു കളിച്ചെന്ന്. സഹ മത്സരാർത്ഥിയെ കൊന്നിട്ട് മരിച്ചു കളിച്ചു. മറ്റുള്ള ആളുകളുടെ ലൈഫ് വെച്ചിട്ടാണല്ലോ മരിച്ചു കളിച്ചത്. എന്തൊക്കെയാണ് ചേട്ടാ പറയുന്നത്? 50 ലക്ഷത്തിന്റെ ആർക്കാച്ച കൊടുത്ത് കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു 5000 എങ്കിലും തരണം എന്നല്ലേ പറഞ്ഞു വരുന്നത്. ഉള്ള നന്നായിട്ട് ഇറക്കിട്ടോ, അടിപൊളി. അപ്പം അനീഷിനിപ്പം കഴിഞ്ഞിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തപ്പോ അത് ഞാൻ ചോദിച്ചത് എന്റെ ചാരിറ്റി പർപ്പസിന് വേണ്ടിയാണ്. എനിക്ക് 1 രൂപയുടെ ആവശ്യമില്ല. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഞാൻ പണി ചെയ്യുന്നുണ്ട്, സിനിമ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞാൻ നാളെത്രയും കഷ്ടപ്പെട്ടതിന് ഉള്ള ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ എന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. പക്ഷെ എന്റെ പൊന്നു ചേട്ടാ, ചാരിറ്റി പറഞ്ഞ സാധനമൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ടാവും, അത് അദ്ദേഹം ചെയ്യട്ടെ. പക്ഷെ താങ്കൾ എന്തിനാണ് ഈ ചാരിറ്റി ഞാൻ ചെയ്തോളാം, ഫണ്ട് എനിക്ക് തരൂ എന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ചെയ്യട്ടെ. ഇതാണ് ഇയാളുടെ കുഴപ്പം. ഞാൻ അധ്വാനിക്കുന്നുണ്ട് എനിക്കുള്ളത് പറയുമ്പോൾ തന്റെ അധ്വാനത്തിന്റെ ബാക്കിയോ തന്റെ അധ്വാനത്തിൽ നിന്ന് മാറ്റി വെക്കുന്നതായിരിക്കണം ചാരിറ്റി കൊടുക്കേണ്ടത്. വേറെ ആളെടുത്ത് പോയിട്ട് നമ്മൾ കൈനീട്ടി ചോദിച്ചിട്ട് കൊടുക്കേണ്ടതല്ല ചാരിറ്റി. അത് ആദ്യം മനസ്സിലാക്കുക. പക്ഷെ ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നും പറഞ്ഞില്ല, നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊരാളെ ഉദാഹരണം വെച്ചുകൊണ്ട് അനീഷേട്ടന് ദാനം കിട്ടിയത് വെറുതെ ഇട്ട്, അതായത് അയാൾ അർഹനല്ല എന്ന രീതിയിലാണ് താങ്കൾ പറയുന്നത്. ചാരിറ്റി ചെയ്യാന് അദ്ദേഹത്തിന് അറിയാം. കോൺഫിഡന്റ് ഗ്രൂപ്പ് അത് ചെയ്തോളൂ. താങ്കൾ അത് വാങ്ങിക്കൊണ്ട് ഒരു മൂന്നാമനായി നിൽക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ അഡീഷണൽ ആയിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ധാരാളം നന്മയുള്ള മലയാളികൾക്ക് അറിയാം എന്നുള്ളതാണ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് താങ്കൾക്ക് കിട്ടുന്നത് അത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് വാങ്ങേണ്ട കാര്യമാണോ എന്റെ രജിത് സാറേ? അതൊക്കെ ചിന്തിക്കണ്ടേ? അനീഷേട്ടന് കിട്ടിയത് അദ്ദേഹത്തിന് ഫസ്റ്റ് റണ്ണറപ്പാണ്. അദ്ദേഹം അർഹിച്ച വിജയം ശരിക്ക് ആ 1ാം സ്ഥാനം ആവുക എന്നുള്ളതാ. അത് റോയ്ചാട്ടിന് മനസ്സിലാവുകയാണ്. യഥാർത്ഥത്തിൽ അയാൾ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്റെ വക ഒരു സമ്മാനം കൊടുക്കാന്നുള്ളത് അത് സമ്മാനമാണ്. നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്ന രീതി ഇതല്ല. ഇതൊക്കെ വ്യത്യാസമാണ്. നീക്കിയിരിപ്പിൽ നിന്നാണ് നമ്മൾ സഹായിക്കേണ്ടത്. കൊള്ളാം. അപ്പൊ ചാരിറ്റി പർപ്പസിന് വേണ്ടി അതും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വൃദ്ധസദനങ്ങൾ, കേരളത്തിലെ വൃദ്ധസദനങ്ങൾ, അതുപോലെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, രോഗികളായിട്ടുള്ളവർ, എല്ലാ പ്രായത്തിലുള്ള രോഗികൾക്കും പല രീതിയിൽ ഞാൻ ചാരിറ്റി ചെയ്യാറുണ്ട്. കൂടാതെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന പാവപ്പെട്ട പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്കുള്ള പഠനോപകരണം, അല്ലെങ്കിൽ അമ്മയില്ലാതെ അച്ഛൻ വളർത്തുന്ന സിംഗിൾ ചൈൽഡ്
സിംഗിൾ പാരന്റുള്ള ഒരു ചൈൽഡിനുള്ള ഒക്കെ ചെയ്തു വരുന്നതാണ്. അത് ഓക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ രണ്ട് വിഷയങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഡൗട്ട് തോന്നും. അതെന്ത് ഇയാളെ ഇങ്ങനെ ആളുകൾ പറഞ്ഞു എന്നുള്ളത്. താങ്കൾ അനീഷേട്ടന് കിട്ടിയ സമ്മാനം ആ ഒരു സമ്മാനം കൊടുത്ത വ്യക്തിയിൽ നിന്നും ഞാനും അർഹതപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞു ചോദിക്കുമ്പോഴാണ് ഈ കുഴപ്പം. അനീഷേട്ടന് നിങ്ങൾ തമ്മിലുള്ള അന്തരം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അടുത്ത് നിങ്ങൾ തന്നെ സ്വന്തം ചാനലിൽ ഒരു പോൾ ഇട്ട് കൊടുത്താൽ മതി. ഏറ്റവും കൂടുതൽ ഇതിൽ ആരെയാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പൊ താങ്കൾക്ക് മനസ്സിലാവും. അത് പത്മശ്രീ ഡോക്ടർ എം എ യൂസുഫലി സാറിന് ഉൾപ്പെടെ ധാരാളം പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം. ലാലേട്ടനറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് പത്മശ്രീ ഡോക്ടർ എം എ യൂസുഫലി സാർ കഴിഞ്ഞ 8 വർഷം കൊണ്ട് എനിക്ക് 50,000 രൂപ വെച്ച് റംസാൻ നാളിൽ തരുമായിരുന്നു. ഇപ്പം അത് എനിക്ക് 1,00,000 രൂപയായിട്ട് തരുന്നു. അതെല്ലാം തന്നെ ഞാൻ അർഹർക്ക് കൊണ്ട് കൊടുക്കുന്നു. ചിലത് ഞാൻ വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ട് ഇടുന്നു. ചിലർക്ക് ഇത് വാങ്ങുന്നത് ഫോട്ടോ എടുക്കുന്നതോ ഒന്നും താല്പര്യമില്ല. ഇപ്പം റോയ് സാർ 10 ലക്ഷം രൂപ കൊടുത്തപ്പോൾ ന്യൂസ് മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ അത് കവറായി എല്ലാവരിലും എത്തി. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം കൂടുതൽ പേർക്ക് ഇതുപോലെ കൊടുക്കാനുള്ള മനസ്സുണ്ടാകും. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? യൂസഫ് അലി സാറ് താങ്കൾക്ക് 50,000 മുന്നേ തന്നിരുന്നത് 1,00,000 നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റി കാരണമാണെന്ന് തന്നെ സമ്മതിച്ചു, ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ ഈ റോയ് ചേട്ടനും തമ്മിലുള്ള ഈ ഒരു സാധനമാണ് ഞങ്ങൾക്ക് കണക്ട് ആവാത്തത്. അനീഷേട്ടന് അർഹതപ്പെട്ട ഒരു കാര്യം അദ്ദേഹം കൊടുക്കുന്നു. ഒരു പ്രൈസ് മണി, ഒരു സമ്മാനമാണ് കൊടുക്കുന്നത്, അല്ലെ? ഒരു ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. ആ ഗിഫ്റ്റ് കിട്ടിയ ആളെ പോലും നിങ്ങളിപ്പോ സംസാരിക്കുമ്പോൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാതെ അനീഷിന് കൊടുത്ത് ശരിയല്ല എന്നല്ലേ പറയുന്നത്? എന്തുവാ ഇത്? അതുകൂടാതെ ഞാൻ ചാരിറ്റി കൊടുക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. ഇവിടെ ഇന്റർമീഡിയറ്റിന്റെ ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൂന്നാമതൊരാളുടെ ആവശ്യം എന്തിനു വരുന്നു? ഇപ്പൊ പണമുള്ള ആളുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്, അവര് നേരിട്ട് കൊടുക്കും. ഇപ്പൊ യൂസഫ് അലി സാറിന്റെ കാര്യം ഞാൻ അതിൽ വലിച്ചിടുന്നില്ല. അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ധാരണക്ക് പുറത്തായിരിക്കാം. പക്ഷെ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കഥ എനിക്ക് അറിയില്ല കേട്ടോ. അല്ലാതെ ഇത് നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് കുറെ തെറി പറയുക, അല്ലെങ്കിൽ നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും എമൗണ്ട് കിട്ടിയാൽ അർഹതയുള്ള പണമാണ്. ബിഗ് ബോസ് സീസൺ 2 ആ ഷോയെ ജനകീയമാക്കാൻ വേണ്ടി, വിജയിപ്പിക്കാൻ വേണ്ടി 70 ദിവസം ഞാൻ മാട് പോലെ പണി ചെയ്തപ്പോൾ എനിക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ, ഒരു കാര്യം ചോട്ടെ, അർഹതനാണ് താങ്കളല്ലേ? അത്രമാത്രം പണിയെടുത്തതിന് നിങ്ങൾക്ക് കൂലി കിട്ടിയില്ലേ? അവിടെ എപ്പിസോഡിന് പൈസ വാങ്ങിയിട്ടല്ലേ പണിയെടുത്തത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കോൺഫിഡൻസ് ഗ്രൂപ്പ് ഒരു 10 ലക്ഷം നിങ്ങൾക്ക് തരണം, അതല്ലേ ഇപ്പൊ വേണ്ടത്? നേരിട്ടാണ് ചോദിച്ചാൽ പോരെ, വെറുതെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് നാണം കിടന്നാ എന്തുവാ? അന്ന് അതിൽ ഏറ്റവും ചെറിയൊരു റെമ്യൂണറേഷൻ ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. ബാക്കി അഡീഷണൽ ആയിട്ട് ഇതുപോലെ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ അത് അർഹത അങ്ങനെ ഉള്ള അധികാരികളിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് പോലെ കിട്ടുകയാണെങ്കിൽ അത് എന്റെ ചാരിറ്റി പർപ്പസിന് കൂടുതൽ ചെയ്യാമല്ലോ. അല്ല ഞാൻ പിരിച്ച് ചാരിറ്റി. ഇതെന്താ പിന്നെ താങ്കൾക്ക് സ്വമേധയെ അവർ തരണ്ടേ? നമ്മളൊരു വീഡിയോ ചെയ്ത് അത് കണ്ടിട്ട് ആളുകൾ തരണോ? അനീഷേട്ടൻ അങ്ങോട്ട് പോയി ചോദിച്ചതാണോ? ഇങ്ങോട്ട് വരുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോ അത് കിട്ടുമ്പോ അത് നമ്മൾ ഉപയോഗിക്കുക, ജനങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. പക്ഷെ അതല്ല, ഇത് പിരിക്കുന്ന രീതി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ സ്വയം ഇങ്ങനെ നാണം കിടല്ലേ? ഇപ്പൊ നിങ്ങൾ ബിഗ് ബോസിൽ അഹോരാത്രം പണിയെടുത്തു എന്നൊക്കെ പറയുന്നില്ലേ? ജനങ്ങൾ അപ്പൊ തന്നെ അടിയിൽ ഒരു മുളക് കൊടുന്ന് വെക്കും, ഒരു മുളക്. അതിന്റെ അപ്പുറത്തേക്കില്ല, ഒരു സ്ത്രീയെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. അതിന്റെ മുകളിലേക്ക് താങ്കൾ എത്ര നന്നായി കളിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ താങ്കളെക്കാൾ നന്നായി മികച്ചതായിട്ടുള്ള പെർഫോമൻസ് ചെയ്ത ആളുകളുണ്ട് അവിടെ, അവർക്കൊന്നും കൊടുക്കണ്ട. എന്തുവാ? ഞാൻ റെസിപ്റ്റ് അടിച്ച് പിരിച്ച് ചാരിറ്റി എല്ലാവരുടെയും പിരിച്ചിട്ട് കുറെ പേര് അങ്ങനെ ചാറ്റ് ചെയ്യാറുണ്ട്. പിരിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഞാൻ അങ്ങനെയല്ല ചെയ്യുക. ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയാണ് ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. അത് അവാർഡും അംഗീകാരങ്ങളൊന്നും ആഗ്രഹിച്ചെന്നല്ല, എന്റെ സംതൃപ്തി, അത്രേ ഉള്ളൂ. നല്ല കാര്യമാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ചാറ്റ് ചെയ്യാം. എനിക്ക് കിട്ടുന്ന പണം കൊണ്ട് ഞാനും ചാറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കൊട്ടിഘോഷി നടക്കേണ്ട കാര്യം നമുക്ക് ആർക്കുമില്ല. പിന്നെ അനീഷേട്ടന് ഇതാ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇങ്ങനെ കൊടുത്തു വന്നാൽ ഞാനും പോട്ടെ എന്ന് പറഞ്ഞ് ഞാനും പോകുന്നില്ല. അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ള മറ്റുള്ള കണ്ടസ്റ്റന്റ് ഇഷ്ടം പോലെ ആളുകളില്ലേ, എന്താ ഞങ്ങൾക്ക് തരാത്തത് എന്ന് പറഞ്ഞ് അവരും വീഡിയോ ചെയ്തിട്ടില്ല, താങ്കൾ മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ചാരിറ്റി പർപ്പസിന് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ആ വീഡിയോടൊപ്പം ഞാൻ ആ ഒരു കമന്റ് കൂടെ ചേർത്തത്, അല്ലെങ്കിൽ അത് ചോദിച്ചത്. തന്നില്ലെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് തരേണ്ടതെല്ലാം ദൈവം തന്നോളും. കാരണം ഞാൻ ഉറച്ച വിശ്വാസിയാണ്, സത്യവിശ്വാസി. പക്ഷെ അതിന് ഒത്തിരിയേറെ പേർ
വന്ന് തെറി വിളിച്ച് അനാവശ്യങ്ങൾ വിളിച്ച് അനീഷിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കമന്റ് പറയുന്നത്. അനീഷിനെ ഞാൻ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ആ എമൗണ്ട് ചോദിച്ചതിനെ കുറിച്ച് ഒരുപാട് തെറി പറയുന്നു. ഞാൻ അനീഷിനെ അല്ലെങ്കിൽ അതിൽ പലരും എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഷോയാണ്. ആ ഷോയിൽ ചില പ്രവർത്തനങ്ങൾ ശരിയല്ലായിരുന്നു പലരുടെയും എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ, ചിലരുടെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ചില പ്രവർത്തനങ്ങൾ ശരിയല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോൾ അതിന് ഞാൻ വീഡിയോ ഇട്ടതാണ്. ഷോ കഴിഞ്ഞു, ഞാൻ ഒരു ഡയലോഗ് പോലും അനുമോളെ നിങ്ങൾ ഡിഗ്രേഡ് ചെയ്തിട്ടില്ല. അനുമോൾ അത്രമാത്രം ഉളത്തരം അവിടെ കാണിച്ചിട്ട് നിങ്ങൾ മുണ്ടിയിട്ടില്ല. നെവിൻ അവിടെ എന്തൊക്കെ കാണിച്ചു? നെവിൻ ആ ഒരു പെൺകുട്ടി അനുമോൾ ഉപദ്രവിച്ചപ്പോൾ പോലും നിങ്ങൾ അടിപൊളിയാണ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. നിങ്ങൾക്ക് എന്ത് നിലവാരമാണുള്ള എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത്? ഒന്നുമില്ല. അനീഷേട്ടനെ താഴ്ത്തിക്കെട്ടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ചാരിറ്റിക്കെങ്കിലും 10 ലക്ഷം തരട്ടെ, അയാൾക്ക് എന്തിനാ കൊടുക്കുന്നത് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. തെറിയൊന്നും വിളിക്കണമെന്ന് ഞാൻ യോജിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇതിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഷോ പബ്ലിക് ഷോ ആണ്, പബ്ലിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാം എന്നുള്ള അർഹതയുണ്ട്. പക്ഷെ ഷോ കഴിഞ്ഞു, ഞാനത് നിർത്തി. പക്ഷെ അതിന് എനിക്കെന്തെങ്കിലും ചാറ്റ് ചെയ്യാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് ചോദിച്ചതിന് എന്നെ ഇത്രയും വലിച്ചു കീറി എന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞ്, എന്റെ അമ്മയെ പറഞ്ഞ്, എന്റെ അച്ഛനെ പറഞ്ഞ്, എന്റെ എന്തെല്ലാം രീതിയിലാണ്, മഹാവൃത്തികെട്ട രീതിയിൽ. മലയാളികളൊന്നും ഇങ്ങനെ ആവൂല. ഓക്കെ, ആ കാര്യത്തിനാണ് ഞാൻ യോജിക്കുന്നില്ല. അയാളുടെ വീട്ടുകാരൊന്നും തെറി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പച്ചക്ക് കാര്യങ്ങൾ തുറന്നു പറയാലോ. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ ഒരു ചാരിറ്റി ചെയ്യായിരുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും നന്മ മനസ്സ് നിറഞ്ഞ് നമുക്ക് തരണം. നിങ്ങളൊരു ചാരിറ്റി പ്രവർത്തകനാണ് എന്ന് മനസ്സിലാക്കി തരണം. അല്ലാതെ ഒരാൾ കിട്ടുന്ന അംഗീകാരത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഉളത്തരം കാണിക്കരുത്. ഇത് കൂലിപ്പട്ടാളമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ തോന്നുന്നു. അല്ലെങ്കിൽ PR വർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് കിട്ടാതെ പോയ, വിജയിക്കാൻ ട്രോഫി കിട്ടാതെ പോയി, 50 ലക്ഷം കിട്ടാതെ പോയ എന്റെ ഫ്രസ്ട്രേഷൻ ആണോ എന്റെ പെടലിൽ തീർക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ആണോ? കണ്ടില്ലേ, അകത്തിപ്പോഴും കിടക്കുന്നത് അത് തന്നെയാണെന്നുള്ളതാ. ബിഗ് ബോസും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് PR-ന്റെ പരിപാടി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതും കഴിഞ്ഞു. ആളുകൾ ഇഷ്ടപ്പെട്ട് സ്വമേധയെ ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളാണ് ഇപ്പൊ അനീഷേട്ടനൊക്കെ. അപ്പൊ അവരാരെങ്കിലും ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു യഥാർത്ഥ ആളുകൾ സംസാരിക്കുക, അത്രേ ഉള്ളൂ. താങ്കൾ ഇപ്പോൾ പോലും അനീഷേട്ടനെ താഴ്ത്തി കെട്ടാനാണ് ശ്രമിച്ചിട്ടുള്ളത്, അല്ലാതെ ഒരു സംശയമായിട്ടല്ല താങ്കൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ മോശമായ രീതിയിൽ വലിച്ചു കീറി വൃത്തികെട്ട രീതിയിൽ പറഞ്ഞ് വരുത്തിയത് വളരെ മോശമായി പോയി. എനിക്കെന്തായാലും ആ കാശിന്റെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് ക്യാഷായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചാരിറ്റി പർപ്പസിന് ഉപയോഗിക്കുക. അതൊരു ദൈവികമായ പ്രവർത്തനമാണ്. എന്നെ കണ്ട് ഒരുപാട് പേര് അത് ഫോളോ ചെയ്യുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ആ പൈസയുടെ ആവശ്യമില്ല. ദൈവികമായൊരു കാര്യമാണ്. അയാൾ തരട്ടെ എന്നൊരു കാര്യം. അത് താങ്കൾ പറഞ്ഞ രീതികളൊക്കെ ഒരുപാട് മാറ്റം വന്നതിന്റെ പൊന്നു ചേട്ടാ. ഒരു റെസ്പെക്ട് നിങ്ങൾ ഉണ്ടായിരുന്ന മുഴുവൻ കളഞ്ഞു കുറിച്ചു എന്നുള്ളതാണ്. നിങ്ങളും ബിഗ് ബോസിൽ പോയ വ്യക്തിയാണ്. നിങ്ങൾക്ക് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് ഒരിക്കലും ഒന്നും പറയാൻ കഴിയില്ല. ആ രീതിയിൽ നിങ്ങൾ അവിടെ ഒരു ഊളത്തരം കാണിച്ചിട്ടാണ് പുറത്തായിട്ടുള്ളത്. അല്ലെ, അത് ഓർമ്മയുള്ളത് നന്നായാൽ കൊള്ളാം. ഇനി കുറച്ചു പേര് ചെളിവാരി എറിഞ്ഞു, ചാണകം വാരി എറിഞ്ഞു, വായിത്തോന്നി വിളിച്ചു എന്ന് പറഞ്ഞൊന്നും ഞാൻ മാളത്തിനകത്ത് കയറിയിരിക്കില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു, മാനവ സേവ മാധവ സേവ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ജനങ്ങളെ സേവിക്കുന്നത് തന്നെ ദൈവത്തിനെ സേവിക്കുന്നതിന് തുല്യമാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കും. നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാലും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയാന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെനിക്ക് വേണ്ടി പ്രവർത്തിച്ചോളൂ. ഐ ലവ് യു ഓൾ. താങ്ക് യു. താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ചെയ്യണ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ 2-3 തവണ അത് ഒന്നുകൂടി നോക്കുക, തിങ്ക് ചെയ്യുക, തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. ഇവിടെ അനീഷേട്ടന് കിട്ടിയ ആ ഒരു അംഗീകാരത്തെ വില കുറച്ച് കാണുന്ന രീതിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത്. തെറി വിളിക്കുക, അച്ഛനമ്മയ്ക്കും തെറി വിളിക്കുന്ന ആ ഒരു പരിപാടി, അതിനൊന്നും ഒരിക്കലും ഞാനും ന്യായീകരിക്കില്ല. അത് ഞാൻ ആര് വിളിച്ചതാണെന്നുണ്ടെങ്കിലും ഊളത്തരമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്കൾക്ക് ചോദിക്കാം, അതിനെ വേറെ രീതികളിൽ ചോദിക്കുക എന്നുള്ളതാണ്. അനീഷേട്ടനെ കണക്ട് ചെയ്ത് ചോദിക്കുന്നത് ശരിയല്ല. ഞാനും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ഞാനും അർഹതപ്പെട്ട ഒരാളാണ്. ഞാനും ഇത്ര 75 ദിവസം കഷ്ടപ്പെട്ടിട്ട് ബിഗ് ബോസിന് വേണ്ടി പണിയെടുത്ത ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചോദിക്കുന്നത് ശരിയാണോ എന്റെ പൊന്നു രജിത് സാറേ? ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആരും തെറി ഒന്നും വിളിക്കണ്ട, പാവാണ്, ഇങ്ങനെയൊക്കെ പൊയ്ക്കോട്ടെ. ഇങ്ങനെ ഓരോ സമയങ്ങളിലൊക്കെ ഒന്ന് പൊട്ടിമുളച്ച് വന്ന് അതേപോലെ അങ്ങനെ പോക്കാണ്. സാധാരണ നിലക്ക് അങ്ങനെയാണ് ഇപ്പൊ കാണാറ്, സ്ഥിരമായിട്ടൊന്നും കാണാനില്ല. പിന്നെ ഒരുപാട് ചാറ്റ് ചെയ്യുന്ന മനുഷ്യനാണെന്നല്ലേ പറയുന്നത്. ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അയാളുടെ ചാരിറ്റിയിലേക്ക് കുറച്ച് പൈസ ഇട്ട് കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന ചാരിറ്റി പ്രവർത്തനം നമ്മൾ തന്നെ ചെയ്യുക. നമ്മൾ നേരിട്ട് ചെയ്യുന്ന ചാരിറ്റി ഉണ്ടല്ലോ, ആ ഒരു ചാരിറ്റിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പുണ്യം കിട്ടുമെങ്കിൽ, കൂലി കിട്ടുമെങ്കിൽ, അത് വേറെ ആളുകൾക്ക് പങ്കു ചേർക്കാതെ സ്വയം വാങ്ങിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. പിന്നെ പരമാവധി ചുറ്റും നിൽക്കുന്ന ആളുകളെ സഹായിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക.
അത്ര എനിക്ക് പറയാനുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.